ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുകയാ. പടച്ചവനെ, വ്യഭിചാരമെന്ന് പറയുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല. നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, എങ്കിൽ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നിനക്കറിയോ? വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്കറിയുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ജനങ്ങളൊക്കെ പോയെന്ന് മനസ്സിലാകുമ്പോ അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, വൃദ്ധനായി. ആ വൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ, വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. പള്ളിക്കകത്തിരുന്ന് പ്രായം ചെന്ന വൃദ്ധനായ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്, ചിരി വരികയാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അവിടുന്ന് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, തങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ വൃദ്ധനായില്ലേ, നിങ്ങൾ വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ, നിങ്ങൾ പ്രായമായ മനുഷ്യനാണ്, ഒരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ, പിന്നെ എന്തിനാണ് ദുആ ചെയ്യുന്നതെന്ന് അബൂ ഹുറൈറ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? സ്വഹാബാ, കണ്ണിന് വ്യഭിചാരമുണ്ട് സഹാബാ, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന് വ്യഭിചാരമുണ്ട്. ഹറാമ കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ, ഹറാമ കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ. പടച്ചവരെ, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിന്റെ ഹറാമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ചെവി കൊണ്ട് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദം, ഒരു പെണ്ണിന്റെ മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാണ്. നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. പടച്ചവനെ, വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തതാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനതാ ഒരു പെണ്ണിന്റെ ശരീരം കണ്ടാസ്വദിച്ച, ഹറാമ് കണ്ടാസ്വദിച്ച, സിനിമ കാണുന്ന, ഫിലിം കാണുന്ന, മൊബൈലിനകത്ത് കൂടെ സെക്സ് വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ കണ്ണിനകത്തേക്ക് ഈയ മുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരമെന്ന് പറയുന്ന ഭാഗം ഇതാണ്. വ്യഭിചരിക്കുന്നവന്, വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമം. ഞാനും നിങ്ങളും പഠിക്കേണ്ടവരാ. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുത്താലും, പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നതും പലിശയുടെ എഴുതുന്നത് വരെ പാപമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ പാപങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ നമുക്കറിയാം, ആഖിറത്തിൽ നമുക്ക് തരുന്ന ശിക്ഷയറിയാ. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ,
നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കണേ സഹാബ. നബി തങ്ങൾ പറയുകയാ, നിങ്ങൾ കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ ആ കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിന്റെ മനസ്സിലേക്കൊന്ന് കടന്നു വരട്ടെ. നീ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ നിനക്ക് കടക്കാൻ പറ്റൂല. വ്യഭിചരിക്കാനുള്ള അവസരം കിട്ടുമ്പോ ഒരു കൂടെ പഠിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് പാപമല്ല എന്ന് പറയുന്ന യുവത്വമേ, ഒരു പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരമാ സഹോദരാ. ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ പെങ്ങള്. അത് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ അല്ലാഹുവേ അതിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 3 പാപങ്ങൾ ചെയ്താ അവരുടെ ആയുസ് കുറയും സ്വഹാബാ. ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്, ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്. ഏതോ പാപമാണ് ആയുസ് കുറച്ച് കളയുന്നതെന്നറിയോ? വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുകയാണ്. ഹറാം ഏത് വീട്ടിലാണോ ഉള്ളത്, പലിശ പൈസ ഏത് വീട്ടിലാണോ ഉള്ളത്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലാണോ ഉള്ളത്, ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്നാണ് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായി പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് നിനക്ക് പിന്മാറണോ? ഒരു എളുപ്പ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ, ഒരു എളുപ്പ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരും കാണാതെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിനക്ക് ഒരുങ്ങി കിട്ടി ചെറുപ്പക്കാരാ. ആ ഒരുങ്ങി കിട്ടുന്ന സമയത്ത് നീ തെറ്റ് ചെയ്യാൻ പോകുമ്പോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ധൈര്യം എന്താ? ഉപ്പയറിയില്ലല്ലോ, ഉമ്മയറിയില്ലല്ലോ, കൂടപ്പറപ്പുകൾ അറിയില്ലല്ലോ, ഭർത്താവ് അറിയില്ലല്ലോ, ഭാര്യ അറിയില്ലല്ലോ, ഒരു മനുഷ്യനും അറിയില്ലല്ലോ. ഈ ധൈര്യം കൊണ്ടല്ലേ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീ നിന്റെ വീടിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, നീ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയിരുന്നിട്ട് നീ രഹസ്യമായി ചെയ്താലും അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഈമാനുള്ളവരുണ്ടല്ലോ, സത്യവിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ ഹൃദയത്തില് അല്ലാഹു നിന്നോട് ഒരു വെറുപ്പ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾ ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യനും അറിഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തത്, ഞാൻ ഇങ്ങനെ നടക്കുകയാ. എങ്കിൽ അല്ലാഹു എനിക്ക് ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ ശിക്ഷ, ഈമാനുള്ള സത്യവിശ്വാസികളായ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ എന്നോട് വെറുപ്പ് തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ചില ഹാജിയാക്കന്മാര് ചോദിക്കുന്നില്ലേ, എനിക്ക് എല്ലാം ഉണ്ട്, എന്തേടാ എന്നെ ആരും ബഹുമാനിക്കാത്ത, എനിക്ക് സ്ഥാനം തരാത്ത ചോദിക്കുന്നില്ലേ? ഇവിടെ രഹസ്യമായി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പള്ളിയിലെ ഖത്തീബ്, നിങ്ങളുടെ നാട്ടിലെ ഖാദിയല്ലേ, ഉസ്താദ് എന്താ എനിക്കൊരു സ്ഥാനം തരാത്ത, ഞാൻ ജുബ്ബയും തൊപ്പിയും ഇട്ട് നടക്കുന്നവനാണല്ലോ, രഹസ്യമായി പാപം ചെയ്യുന്നുണ്ടോ? ഈ നാട്ടിലെ കാരണവന്മാർ, ഹാജിയാക്കന്മാർ നിങ്ങളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങൾ നല്ലവരാണെന്ന് പറയുന്നവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നോട് വെറുപ്പ് തരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആരും അറിയാതെ ചെയ്തതാ, നമ്മൾ ആരും അറിയാതെ ചെയ്തതാ. അപ്പൊ അല്ലാഹു തരുന്ന ശിക്ഷ, ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ നിന്നോട് അകൽച്ച തരും. 2, നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം.
ഈമാനുള്ളവർക്ക് നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ ഈമാനിന്റെ പ്രകാശം നിന്റെ മുഖത്ത് നിന്ന് നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ നോക്കടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കണോ? നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ ആഗ്രഹമുണ്ടോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ കണ്ണാടിയിൽ ചെന്ന് നോക്ക്. സുബഹി നമസ്കരിച്ച ദിവസവും നീ ഒന്ന് നോക്ക്. 2 ദിവസവും നിന്റെ മുഖത്ത് കാണുമ്പോൾ ആ മുഖത്ത് കാണുന്ന പ്രകാശത്തിനൊരു വ്യത്യാസമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് പടച്ച റബ്ബേ, രഹസ്യമായി തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഓർമ്മ വരേണ്ട രണ്ടാമത്തെ കാര്യം, നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ആലിമീങ്ങൾക്കറിയാ, സയ്യിദന്മാർക്കറിയാ, മഹാന്മാർക്കറിയാ, ഈമാനുള്ളവർക്കറിയാ, പടച്ചവനെ നിന്റെ മുഖത്ത് തന്നെ ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, 3 അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഇടുക്കം തരികയാ. സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാം നിനക്കുണ്ട്, പണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്. അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ബറക്കത്ത് മാത്രമില്ലല്ലോ സഹോദരാ. ജീവിതത്തിൽ ബറക്കത്ത് മാത്രമില്ല. നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, നിന്റെ ആയുസ് കുറയുകയാണ്. തെറ്റ് ചെയ്യുന്നതിലൂടെ ഈ ദുനിയാവിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാ പറഞ്ഞു തന്നത്. അല്ലാഹുവേ, നിന്റെ ഈ മാനസികമായി നീ തകരുകയാണ്. നിന്റെ ജീവിതം തന്നെ തകർന്നു പോവുകയാണ്. ആരുമറിയാതെ വീടിനകത്തിരുന്ന് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ പാപം ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നോട് പറയുമ്പോ നിനക്ക് ഓർമ്മ വേണം, പടച്ചവനെ, എന്റെ ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ബാപ്പ അറിഞ്ഞില്ലെങ്കിലും ഈമാനുള്ളവർ ഞാൻ ചെയ്ത പാപത്തെ കുറിച്ച് അറിയുന്നുണ്ട്. എന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെടുകയാണ്. എന്റെ ജീവിതം ഇടുക്കമാവുകയാണ്. എന്റെ ജീവിതം ഇടുക്കമാവുകയാണ്. എല്ലാ വഴിയിലും നിന്ന് അല്ലാഹു ബറക്കത്തെടുത്ത് കളയുകയാണ്. പടച്ച റബ്ബേ, സമാധാനമുള്ള ഒരു ജീവിതം എനിക്ക് ലഭിക്കൂല. ഈ ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും കടന്നു വരേണ്ടത്. ഇത് രഹസ്യമായി പാപം ചെയ്യുമ്പോൾ അല്ലാഹു തരുന്ന ഒരു ശിക്ഷയാണെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസാരമായി കാണല്ലേ, നിസാരമായി കാണല്ലേ. വഴുത കേൾക്കുന്ന പെങ്ങളോട്, പെങ്ങളെ, ഫിലിം കാണുന്നത് വല്ലാത്ത ഇഷ്ടമാണല്ലോ. ഇന്നാണും പെണ്ണിന്റെയും കയ്യിലും മൊബൈലാണ്. എല്ലാ മൊബൈലുകളിലും സിനിമകളാണ്. വൃത്തികെട്ട സിനിമകൾ, ഔറത്ത് കാണുന്ന സിനിമകൾ, അതാ ഹറാമുകൾ കാണുന്ന കണ്ണുകളുണ്ടല്ലോ. നമ്മൾ ചോദിക്കും, ഉസ്താദേ, ഇതൊക്കെ ഒരു പാവമാണോ? ഇതൊക്കെ ഒരു പാവമാണോ? സിനിമ കാണുന്നത് പാവമാണോ? സീരിയല് കാണുന്നത് പാവമാണോ? ഇതൊക്കെ ഇപ്പൊ നടക്കണ കാര്യമാണോ? ഞങ്ങൾ ആരും വ്യഭിചരിക്കാറില്ല. ഇപ്പൊ സിനിമയും ഫിലിമും ഔറത്തൊക്കെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന നമ്മളൊക്കെ പലരും കാണാറുണ്ട്. അതൊക്കെ വലിയ പാവമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സിനിമയൊക്കെ എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? എന്താ മിണ്ടാതിരിക്കണേ? പാവമാണോ സിനിമയും സീരിയലൊക്കെ കാണുന്നത്? ഇവിടെ സീരിയലൊക്കെ ഉണ്ടോ ഉസ്താദ്? ഞങ്ങളുടെ മലയാളികളൊക്കെ പറയണ്ടോ? എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടോ? അല്ലേ, കാണാറുണ്ടോ? എന്താ ഇതിന്റെ പാപം? എന്താ ഇതിന്റെ ശിക്ഷ? എന്താ? ഇപ്പൊ നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു, ഇടയിലൊരു പരസ്യം വരുന്നു, ഒരു പെണ്ണ് ഇത്രയുള്ള ഇട്ടിട്ട് വന്നു. ഇതൊക്കെ പാവമാണെന്ന് ലീക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ സിറാജ് നീയൊക്കെ പറയണ പോലെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. ഒരു വലിയ ആരിഫായ ഒരു മഹാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. അള്ളാഹു ചെന്ന് തവാഫ് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. ശരീരമൊക്കെ നല്ല വേദന. ഹജറുൽ അസ്വദ് മുത്താൻ പോയപ്പം കിട്ടിയ ഇടിയുടെ വേദന ഇപ്പോഴാണ് മനസ്സിലാകണേ. അള്ളാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 400 പേരെയും കൊണ്ട് ഞാൻ പോയെന്നാ പറഞ്ഞ്. എവിടെ? ഊട്ടിയില. മൊബൈലിലൊക്കെ ഇങ്ങനെ 400 പേര്. സത്യം പറഞ്ഞ ചുമ്മാതാടാ, ഞാൻ 400 പേരെയൊന്നും കൊണ്ടുപോയില്ല. ആൾക്കാർ എഴുതിയിടുമ്പോൾ പലതും എഴുതിയിടുന്നുണ്ട്. അള്ളാഹു ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമാറാകട്ടെ.
ആമീൻ പറ. നിങ്ങൾക്ക് ആർക്കേലും പോണോ? നിങ്ങൾക്ക് ആർക്കേലും പോണോ? പോണോ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഹജ്ജിന് പോണോ? താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ ഒരു വട്ടം ഹജ്ജിന് പോയതാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എങ്ങനെയാ പോയേ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? ഹജ്ജിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇരിക്കല്ല. ഇതിലെ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ പോയാൽ കാണാം. പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാ? ആ പാവങ്ങളിൽ ഇരിക്കണം. നേരെ ഇരിക്കും ചങ്ങായിമാരെ. ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? ഞാൻ കേട്ടില്ലടോ, പറ. പൈസ വേണോ? എന്നിട്ട് നിങ്ങൾ എന്തേ പോകാൻ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? സത്യം പറ. ഈ പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പറ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കൊണ്ടാണോ ഹജ്ജിന് പോകാഞ്ഞേ? ഹജ്ജിന് പോകാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു 3-4 ലക്ഷം രൂപ എടുക്കാനില്ലാത്ത ആരാ ഉള്ളേ? നിന്റെ 1 സെന്റ് ജാഗ വിറ്റാ പോരെ പോകാൻ? എടാ, നമ്മളൊക്കെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്ന പൈസ പോരെ? ഉസ്താദെ പൈസ ഇല്ല. ഇന്ന് രാത്രി അറ്റാക്ക് വന്നാ പൈസ വരുവോ? ഇന്ന് രാത്രി ഒരു അറ്റാക്ക് വന്നു, അള്ളാഹു കാക്കുമാറാകട്ടെ. മംഗലാപുരത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, 4 ലക്ഷം വേണം. എങ്ങനെ മരം കുലുക്കിയിട്ടുണ്ടാക്കോ? പൈസ ഉണ്ടാവും. അപ്പോ ഇവിടെ നമുക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ട്, നമ്മൾ പലരും പോയിട്ടില്ല. അപ്പൊ സമ്പത്തല്ല വേണ്ടത് ഹജ്ജിന് പോകാൻ. സമ്പത്തുള്ളവനാ ഹജ്ജ് ചെയ്യേണ്ടത്, അത് വേറെ വിഷയം. പക്ഷെ ഒരു മനുഷ്യന് സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ അള്ളാഹ് തന്നെ വിളിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില ആൾക്കാരോട് ചോദിക്കും, ഹാജിയാരെ ഹജ്ജിന് പോണ്ടേ? ഉസ്താദെ ബിസിനസ് ഒക്കെ ഉണ്ട്, കടങ്ങളൊക്കെ അല്ലേ, ഇത്തിരി ഇടപാടൊക്കെ ഉണ്ട്. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒരു അനുഭവം പറയാം. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഷാർജ എയർപോർട്ടിൽ ഒരു 5 മണിക്കൂർ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളിയായ സഹോദരനെ ഞാൻ കണ്ടു. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജോലി? ഉസ്താദെ ഞാൻ സൗദിയിലാണ് ജോലി. എത്ര കൊല്ലമായി? 17 കൊല്ലമായി. എന്താ ജോലി? എന്താപ്പാ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിനൊന്നും പോയിട്ടില്ലേ? അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഉസ്താദ്? ഒരു 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പാവപ്പെട്ടവനാ. ഒരു 4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, 17 കൊല്ലമായിട്ട് സൗദി കിടക്കുന്ന നിങ്ങൾ ഹജ്ജിന് പോയില്ലേന്ന്. ഞാൻ പോയില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്തേന്ന്? ഉസ്താദെ ഞാൻ പോയി കഴിഞ്ഞാൽ കച്ചവടമൊക്കെ ആര് നോക്കുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, 17 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ട് ആ മനുഷ്യൻ അള്ളാഹിന്റെ കഅബയിലെത്തി പോകാൻ പറ്റിയിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ അദ്ദേഹത്തോട്, ഞാൻ സാധാരണ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും പൊരുത്തം ചോദിക്കണോ? എല്ലാവരും പൊരുത്തം ചോദിക്കണ്ടേ? പക്ഷെ ഞാൻ അദ്ദേഹത്തോട് മാത്രം പൊരുത്തം ചോദിച്ചില്ല. എനിക്ക് ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ തിരിച്ചൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ മരിച്ചുപോയ ഈ കടകളൊക്കെ ആര് നോക്കൂന്ന് ചോദിച്ചു. അയാൾ എന്നെ തല്ലിയില്ല, എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റൂല. ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവര് തടസ്സങ്ങൾ ആദ്യം പറയും. എന്നാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനായ ഒരു വാപ്പയോട് ഉസ്താദ് ചോദിക്കുന്നു, ഹബീബെ നിങ്ങൾക്ക് ഹജ്ജിന് പോകണ്ടേ, ഉംറയ്ക്ക് പോകണ്ടേ? ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും പോകണം, ദുആ ചെയ്യണേ. പൈസ ഉണ്ടോ? വാടക വീട്ടിലാണ് കിടക്കണ ചങ്ങാതി. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾ അവിടെ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു ദിക്ർ പറഞ്ഞിട്ട് പോയവനാ ഹജ്ജിന്. ഏത് പറഞ്ഞിട്ട് പോയവനാ? ഞാനൊരു ദിക്ർ പറഞ്ഞിട്ട്, എനിക്ക് ഉസ്താദിന്റെ വഅദ് കേട്ടതാ. ഒരു ഉസ്താദിന്റെ വഅദ് കേട്ടതിന് ശേഷം, ഞാൻ ഉസ്താദ് ആരെന്ന് പറയുന്നില്ല, ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടതാ. അന്നു മുതൽ ഞാൻ ആ ദിക്ർ പറയും. അള്ളാഹു എനിക്ക് പോകാൻ ഭാഗ്യം തന്നു. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ദിക്ർ പറഞ്ഞു തരട്ടെ? വേണോ? ഓ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. വിശപ്പില്ലാത്തവന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? വേണോ വേണ്ടേ? അവസാനം വരെ അവിടെ ഇരിക്കും, ലാസ്റ്റ് വരെ ഇരിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ്
എന്റെ സഹോദരന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എന്റെ ജ്യേഷ്ഠന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. റബ്ബേ, ആ ദുആ കേട്ടപ്പോൾ ആ മഹാന് വല്ലാത്ത അത്ഭുതമായി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ മതാബിന്റെ ഭാഗത്ത് ഇങ്ങനെ നോക്കി നിന്നു. ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ, എല്ലാവരും കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് സ്വർഗമാ ചോദിക്കുന്നത്, പല പല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നാ നീ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അല്ലാ, എന്റെ ജ്യേഷ്ഠന്റെ അവസ്ഥ വരുത്തല്ലേ അല്ലാ. അവിടെന്ന് ചോദിച്ചു, നിന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്തേ സംഭവിച്ചത്, നിന്റെ ഇക്കമാർക്ക് എന്തേ സംഭവിച്ചത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങള്, എന്റെ ജ്യേഷ്ഠന് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. ഒരുപാട് കൊല്ലത്തോളം ബാങ്ക് വിളിച്ചു. പടച്ചവനെ, ഒരുപാട് കൊല്ലം എന്റെ ജ്യേഷ്ഠനാണ് പള്ളിയിൽ ബാങ്ക് വിളിച്ചത്. എന്നാൽ എന്റെ ജ്യേഷ്ഠന്റെ മരണമെടുത്തപ്പോ, ജ്യേഷ്ഠന്റെ സക്കറാത്തിന്റെ അവസ്ഥയെടുത്തപ്പോ, പടച്ചവനെ, ഞാൻ അടുത്തേക്ക് ചെന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ സഹോദരന്റെ ചാരത്തേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു, ഖുർആൻ എടുത്തു തരാൻ, ഖുർആൻ എടുത്തു തരാൻ. ഞാൻ അവിടെ നിന്ന് ഖുർആൻ എടുത്തു കൊടുക്കുമ്പോ ഞാൻ ചിന്തിച്ചു, പടച്ചവനെ, ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോ എന്റെ ജ്യേഷ്ഠനത് വലിച്ചെറിയുകയാ. ഈമാനില്ലാതെ എന്റെ സഹോദരൻ മരിച്ചുപോയി. വർഷങ്ങളോളം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച എന്റെ ഇക്കയുണ്ടല്ലോ, ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്, ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. പടച്ച റബ്ബേ, എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാ പിന്നെ ബാങ്ക് വിളിച്ചത്. ആ ജ്യേഷ്ഠന്റെയും അവസാനം മോശമായിരുന്നു. എന്റെ 2 സഹോദരങ്ങളുടെയും ആഖിബത്ത് മോശമായിരുന്നു. അല്ലാ, ഇപ്പൊ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അതുകൊണ്ട് അല്ലാ, എന്റെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ ആ മഹാൻ അവിടെ നിന്ന് ചോദിച്ചു, മോനെ, നിന്റെ ഇക്കമാരുടെ സ്വഭാവം എന്തായിരുന്നു? അവര് നിസ്കരിക്കുന്നവരായിരുന്നു, അവര് ഖുർആൻ ഓതുന്നവരായിരുന്നു, അവര് നന്മകൾ ചെയ്യുന്നവരായിരുന്നു, അവർ അല്ലാഹുവേ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരായിരുന്നു. എന്നിട്ടും എന്ത് അവരുടെ അവസാനം മോശമായി പോകാനുള്ള കാരണമെന്താ? ഒരുപാട് നന്മ ചെയ്യുന്നവരായിരുന്നു, എന്നിട്ടും അവർ 2 പേരുടെയും ആഖിബത്ത് മോശമാകാനുള്ള കാരണമെന്താ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, മഹാനവറുകൾ ചോദിച്ചു, നിന്റെ ഇക്കമാർക്ക് എന്തെങ്കിലും ഒരു മോശമായ സ്വഭാവമുണ്ടോ? നിന്റെ ജ്യേഷ്ഠന്മാര് എന്തെങ്കിലും ഒരു പാപം ചെയ്യുമായിരുന്നോ? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്റെ ഇക്കമാർക്ക് ഒരേ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. അവര് കള്ള് കുടിക്കൂല, അവര് പലിശ തിന്നൂല, അവര് വ്യഭിചരിക്കൂല, അവര് ഹറാമ് കഴിക്കൂല. പക്ഷേ അവർ ഒരേ ഒരു പാപം ചെയ്യുമായിരുന്നു. അവര് ചെയ്തിരുന്ന പാപം എന്തെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു തങ്ങളെ. അവര് ഹറാമ കാണുന്നവരായിരുന്നു. അവര് ഹറാമ കാണുന്ന
കാണുന്നവരായിരുന്നു, അവരന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്നവരായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം അവരുടെ ആഖിബത്ത് മോശമായി പോയത്. സഹോദരാ, നിസാരമല്ല പെങ്ങളെ, നിസാരമല്ല. ഈ കണ്ണുകൊണ്ട് കാണുന്നത് നിസാരമല്ല. നാളെ അള്ളാഹു നിന്റെ കണ്ണിലേക്ക് ഈയമുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, രഹസ്യമായ ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോ നിനക്ക് ഓർമ്മ വരേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ വീടിനകത്തിരുന്ന് ചെയ്താലും അറിയേണ്ടവർ അറിയുമല്ലോ, എന്റെ ജീവിതം ഇടുക്കമാകുമല്ലോ, എന്റെ റിസ്കിലെ ബർക്കത്ത് നഷ്ടപ്പെടുമല്ലോ, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമല്ലോ, പടച്ചവനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷ എന്താ? എത്ര വലിയ നന്മകളായി പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് പോയാൽ അല്ലാഹു വലിച്ചെറിയുമല്ലോ, അല്ലാഹു വലിച്ചെറിയുമല്ലോ, അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഈ ബോധമാണ് നമുക്ക് വേണ്ടത്. ഈ ചിന്ത കടന്നു വന്നാൽ, ഈ ഓർമ്മ കടന്നു വന്നാൽ നിനക്ക് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ നിനക്ക് ഓർമ്മ വരേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹു കാണുന്നുള്ള ഓർമ്മ വേണേ സഹാബാ. രണ്ടാമതായി ഓർമ്മ വരേണ്ട കാര്യം എന്താ? അല്ലാഹു കാണുന്നുണ്ടല്ലോ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ, അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹു കാണുന്നവനാ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു കാണുന്നവനാണ്. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ. ഈ ബോധമാ ചെറുപ്പക്കാരാ വേണ്ടത്. ഏത് ബെഡ്റൂമിനകത്തിരുന്ന് ചെയ്താലും, ഏത് ബാത്റൂമിനകത്തിരുന്ന് ചെയ്താലും, ഏത് 7 ഭൂമികളുടെ അടിയിൽ പോയിരുന്ന് ചെയ്താലും അല്ലാഹു കാണുന്നുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹു ആരാണെന്ന് പഠിക്കുമോനെ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഇല്ലാതെ പോയതാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പോരായ്മ. അല്ലാഹു ഹൃദയത്തിനകത്ത് കയറണം ചെറുപ്പക്കാരാ, അല്ലാഹു ഹൃദയത്തിനകത്ത് കയറണം പെങ്ങള്. അല്ലാഹു ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞ അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നു കഴിഞ്ഞ പടച്ചവനെ നമ്മളൊക്കെ ആരായി മാറുമെന്നറിയോ? അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പഠിക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹു കാണുന്നുണ്ട് പെങ്ങള്, അല്ലാഹുവിനെ മനസ്സിലാക്കു പെങ്ങള്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ രാത്രിയായാൽ വീടിന്റെ പുറത്തിറങ്ങുകയാണ്. പടച്ചവനെ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഒരു വീടിനകത്ത് ബഹളം കേൾക്കുകയാണ്. ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ്, ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ പരിസരത്ത് ചെല്ലുമ്പോ ഉമ്മ പറയുന്നു, മോളെ പാലിനകത്ത് വെള്ളം കലർത്തുമോള്, പാലിനകത്ത് വെള്ളം കലർത്തുമോള്. മകള് ഉമ്മയോട് പറയുന്ന, ഉമ്മ ഇത് പാപമാ, ഉമ്മ ഇത്
അത് പാപമാ ഉമ്മ. എത്ര പറഞ്ഞാലും ഞാൻ പാലിൽ വെള്ളം കലർത്തൂല ഉമ്മ. പടച്ചവനെ പറയുന്നതൊരു പെൺകുട്ടിയാണ്. ഉമ്മ പറഞ്ഞു ഇല്ല, പാലില് വെള്ളം കലർത്ത്. നിന്നോട് പറയുന്നത് ഞാനാണ് പാലിൽ വെള്ളം കലർത്ത്. മകള് പറഞ്ഞു ഇല്ല ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ഉമറങ്ങാണ് മറിഞ്ഞ നമ്മളെ പിടിച്ച വല്ലാത്ത ശിക്ഷയാണ്. ഉമ്മ പറഞ്ഞു മോളെ, ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങുകയാ. ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങുകയാ. ഈ വീടിനകത്ത് നീ പാലിനകത്ത് വെള്ളമൊഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാ? ആ സമയത്ത് ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാ, ഉമർ ഉറങ്ങുകയായിരിക്കാം, ഭരണാധികാരിയായ ഉമർ ഉറങ്ങുകയായിരിക്കാം, വെള്ളമൊഴിക്കുന്നത് ഉമർ അറിയില്ലായിരിക്കാം. പക്ഷേ അല്ല കാണുന്നുണ്ട് ഉമ്മ, അല്ല കാണുന്നുണ്ട് ഉമ്മ. അല്ലാടെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. പടച്ചവനെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൺതടം നിറഞ്ഞ് ഒഴുകുകയാ. പടച്ചവനെ, ഇതാണ് അല്ലാഹ്. അല്ലാഹയെ കുറിച്ച് മനസ്സിലാക്കുക ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ല കാണുന്നുണ്ട് മോനെ, അല്ല കാണുന്നുണ്ടെന്നുള്ള ഓർമ്മയാണ് വേണ്ടത്. പടച്ചവനെ, അല്ലാഹു നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ, അല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാ, അല്ല കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാ മോനെ, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയാ. എത്ര വലിയ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാലും അല്ലാഹനെ ഭയന്നുകൊണ്ട് പിന്തിരിയാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? കള്ളു കുടിക്കാൻ സാഹചര്യമുണ്ടായി, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായി, എല്ലാ വൃത്തികേടുകൾ ചെയ്യാൻ സാഹചര്യമുണ്ടായി. ആ സാഹചര്യം കിട്ടുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എടോ, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്, സദഖ കൊടുത്തവനൊരു സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, നബിതങ്ങൾ പറയുമ്പോ, അള്ള പറഞ്ഞു ഒരാൾക്ക് 2 സ്വർഗമാ, ഒരാൾക്ക് 2 സ്വർഗമാ. ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, ആലിമിനല്ല. പിന്നെ ആർക്കാണ് 2 സ്വർഗമുള്ളതെന്നറിയോ? വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ അല്ല കാണുന്നുണ്ടല്ലോ, അല്ല അറിയുന്നുണ്ടല്ലോ. അല്ലാഹുവോട് ഞാൻ ഇതിന് കണക്ക് പറയണമല്ലോ. അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധത്തോട് ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നിനക്ക് ഓർമ്മ വേണം, ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മയുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമർ തങ്ങൾ നോക്കുമ്പോ ഉമ്മ മകളോട് പറയാ പാലിൽ വെള്ളം ഒഴിക്കാൻ. ആ മോള് പറഞ്ഞു ആ ഒഴിക്കൂല. മോളെ, നീ പാലിൽ വെള്ളം ഒഴിക്കുമ്മ, ഇത് ചതിയാ, ഇത് വഞ്ചനയാ, ചെയ്യാൻ പാടില്ല, ഒഴിക്കടി, നിന്നോട് വെള്ളം ഒഴിക്കാനാ പറഞ്ഞേ. ഉമ്മ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, പിടിച്ചാ വലിയ ശിക്ഷ കിട്ടും. ഉമർ ഉറങ്ങല്ലേ, ഉമർ കിടന്നുറങ്ങല്ലേ, ഉമർ എങ്ങനെ കാണാനാ, നീ വെള്ളം ഒഴി. മോള് പറഞ്ഞു ഇല്ല ഉമ്മ, അല്ല കാണുന്നുണ്ട് ഉമ്മ. ഇതാണ് ഈമാൻ.
ഒരാളത് അള്ളാഹിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അള്ളാഹ് എന്ന് പറഞ്ഞ അവര് മാറും. അവര് ബോധമാണ് നമുക്ക് വേണ്ടത്. ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, ആ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യന് അള്ളാഹു 2 സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലം ഒരു ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഉമർ ഇഷ്ടപ്പെടുന്നത്? 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ 1-ാമത്തെ സഫിൽ ഉണ്ടാകും. നിസ്കരിക്കാനല്ല, ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടാകും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം. ഇവൻ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. എന്നും പള്ളിയിലേക്ക് വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു വീടുണ്ട്. അവിടെ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. ഈ പെണ്ണ് എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരനെ നോക്കും. ഇവൻ പരിഗണിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണ് വഴിയിൽ കാത്തു നിന്നു, ഒളിച്ചു നിന്നു. ഈ ചെറുപ്പക്കാരെ ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോ ഓടിച്ചെന്ന് ഇവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തന്റെ മാറിടത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്തേ നീ എന്നെ പരിഗണിക്കാത്ത? എത്ര കാലമായി ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു, ഇന്ന് ആരും കാണാത്ത ഒരു സമയം കിട്ടിയിരിക്കുകയാ, നീ എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരണം. ഈ സുന്ദരിയായ പെണ്ണ് ആരും കാണാത്ത ഇടവഴിയിൽ രാത്രിയിൽ ഈ ചെറുപ്പക്കാരനെ തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് പറയുകയാ, എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചതാ, ഒരു ഉമ്മയെങ്കിലും താടാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കൈകാലും വിറയ്ക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. പടച്ചവനെ, എന്നെ ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ. ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീണു. ബോധം കെട്ട് താഴെ വീണു. ഈ പെണ്ണ് ഓടി രക്ഷപ്പെട്ടു. അവസാനം വഴിയാത്രക്കാരി ഈ ചെറുപ്പക്കാരനെ എടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. പ്രായം ചെന്ന പിതാവ് തന്റെ മകനെ കണ്ടപ്പോ, തന്റെ പൊന്നാര മകന് ബോധം തിരിച്ചു വന്നപ്പോ പൊന്നാര മകൻ നിലവിളിച്ചുകൊണ്ട് പറയുന്നു, വാപ്പാ, എന്റെ ദുനിയാവും ആഖിറവും പോയി, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു വാപ്പാ. എന്നെ വഴിയിൽ വെച്ചൊരു പെണ്ണിന്റെ ശരീരത്ത് കയറി പിടിച്ചു വാപ്പാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പ സമാധാനിപ്പിക്കുകയാ, നീ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കയറി വന്ന് പിടിച്ചതാണ്, എന്റെ പൊന്നുമകൻ അവളോടൊന്നും ചെയ്തില്ലല്ലോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് നടക്കുന്ന ഒരു മകനാണല്ലോ, അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാപ്പ സമാധാനിപ്പിക്കുകയാ. പക്ഷേ ചെറുപ്പക്കാരൻ കരയുകയാണ്. അവസാനമല്ല, തന്റെ പൊന്നാര മകന്റെ നിലവിളി കേട്ടിട്ട് വാപ്പയ്ക്ക് പേടിയായി. ഇവൻ മരിച്ചു പോകുമെന്ന് വാപ്പാര് പേടിയായി. അതുപോലെ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. എത്ര സമാധാനിപ്പിച്ചിട്ടും മകന്റെ കരച്ചിൽ മാറുന്നില്ല. അവസാനം പൊന്നുമോൻ പറഞ്ഞു, വാപ്പാ, ഖലീഫയോട് ചെന്നിട്ട് സംശയം ചോദിക്ക്, ഖലീഫയോട് ചെന്നിട്ട് മസല ചോദിക്ക്. അങ്ങനെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെന്നു. പടച്ചവനെ അവിടുന്ന് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവസാനം ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ തെറ്റുകാരനല്ലല്ലോ. വാപ്പ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ട് കിടക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്തു എന്ന് പറഞ്ഞ് ചിന്തിച്ചു പേടിച്ചവന് ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുകയാ. ഈ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കി. അവസാനം ആ കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഓതിയ ആയത്താ, വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ
രണ്ട് സ്വർഗമാടാ, മോനെ രണ്ട് സ്വർഗമാടാ. അല്ലാഹു നിനക്ക് പ്രതിഫലമായി തരുന്നത് രണ്ട് സ്വർഗമാണെന്നുള്ള ആയത്തോതി കൊടുത്തെങ്കിൽ എന്റെ ഉപ്പമാരോട് പറയുന്ന, ഉമ്മമാരോട് പറയുന്ന, പെങ്ങളോട് പറയുകയാ, മോളെ വാപ്പാനെ പറ്റിക്കാൻ പറ്റും, ഉമ്മാനെ പറ്റിക്കാൻ പറ്റും, നാട്ടുകാരുടെ കണ്ണ് പറ്റിക്കാൻ പറ്റും, ഭർത്താവിനെ പറ്റിക്കാൻ പറ്റും, ഭാര്യയെ പറ്റിക്കാൻ പറ്റും, ആരെയൊക്കെ കണ്ണ് പറ്റിക്കാൻ നോക്കിയാലും അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ. അല്ലാഹുടെ കണ്ണ് പറ്റിക്കാൻ പറ്റില്ലല്ലോ. പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുമ്പോ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു പാപമല്ല, അത് അഹങ്കാരമാ. അല്ലാഹ് കണ്ടാൽ എനിക്കെന്താ, അല്ലാഹ് കണ്ടാൽ എനിക്കെന്താ. നാശമാ മോനെ, നാശമാ പെങ്ങള്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ആ അല്ലാഹുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരസ്യമായി ചെയ്യുമ്പോ ധൈര്യമുണ്ടോ വാപ്പയുടെ മുമ്പിലിരുന്ന് ചെയ്യാ, ഉമ്മാടെ മുമ്പിലിരുന്ന് ചെയ്യാ? നിനക്ക് പേടിയല്ലേ? എന്നാ നിന്നെ പടച്ച അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ചങ്കൂറ്റമാ, അത് നാശമാ മോനെ, അത് അഹങ്കാരമാ മോനെ. അഹങ്കരിച്ചവരെ മുഴുവനും അല്ലാഹു തകർത്ത ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാന്ദർഭികമായി പറയുകയാ, അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ. ഇന്നത്തെ സമൂഹത്തിന് അല്ലാഹ് ആരാണെന്നറിയില്ല. ഒരാൾക്കും അല്ലാഹനെ കുറിച്ച് അറിയില്ല. അല്ലാഹനെ അറിയേണ്ടതുപോലെ അറിയണേ. അല്ലാഹുവിന്റെ 99 സിഫത്തുകളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന 99 നാമങ്ങളുണ്ടല്ലോ. അതൊന്ന് പഠിക്ക് ചെറുപ്പക്കാരാ, അതൊന്ന് പഠിക്കു പെങ്ങള്. അല്ലാഹ് ആരാണെന്ന് ആദ്യം പഠിക്കേണ്ടത് അല്ലാഹ് ആരാണെന്നാണ്. പിന്നെയാണ് നബിതങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇന്ന് അല്ലാഹനെ കുറിച്ച് ആർക്കും അറിയില്ലടോ. അല്ലാഹനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് SLC പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നല്ലോ. നാളെ മുതൽ പത്രമെടുത്ത് നോക്കിയാ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആത്മഹത്യയുടെ വാർത്തകളാ. A+ കിട്ടാത്തതിന്റെ പേരിൽ തൂങ്ങിച്ചാകുന്ന മക്കളുണ്ടല്ലോ, വിഷമടിക്കുന്ന മക്കളുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടല്ലോ. മക്കളെ, എന്തു പറ്റി ഈ സമുദായത്തിന്? പണ്ട് പടച്ചവനെ ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാ പുതിയ കണക്കുകൾ അനുസരിച്ച് 25% ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാ. പണ്ട് ആത്മഹത്യ ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ചെയ്താൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്നുള്ള ബോധമുണ്ടായിരുന്നു. എന്നാ ഇന്ന് ഈ സമുദായത്തിന് അല്ലാഹനെ കുറിച്ച് അറിയില്ലടോ. എങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ മക്കളോട് പറയട്ടെ, മക്കളെ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത ഒരു വിഭാഗമുണ്ട്. അവരൊരു കാലത്തും സ്വർഗത്തിൽ പോകൂല, അവരൊരു കാലത്തും സ്വർഗത്തിൽ പോകൂല. ആരാണ് നബിയേ? ആരാണ് നബിയേ? ഒരിക്കലും സ്വർഗത്തിൽ പോകാത്ത വിഭാഗമാരാ? എടാ, കള്ളു കുടിച്ചാൽ അല്ലാഹുവോട് തൗബ ചെയ്താ പടച്ച റബ്ബ് പുറത്തു തരുമല്ലോ. വ്യഭിചരിച്ചാ തൗബ ചെയ്താ പൊറുക്കുമല്ലോ. നീ എന്ത് വലിയ പാപം ചെയ്താലും അല്ലാഹുവോട് തൗബ ചെയ്താ അല്ലാഹ് നിനക്ക് പുറത്തു തരും സഹോദരാ. എന്നാ ആത്മഹത്യ ചെയ്താ അവന് തൗബയില്ലല്ലോ. ആത്മഹത്യ ചെയ്യുന്നവന് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. SLC പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നു. നാളെ മുതൽ നോക്കിക്കോ, തൂങ്ങി. കാരണം ഉമ്മായിക്ക് മൊത്തം വേണ്ടത് 10 A+. എവിടുന്ന് മേടിക്കാനാ? കടയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ. എല്ലാം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അല്ലാഹനെ അറിയില്ല. അല്ലാഹനെ പണ്ട് നോക്കിക്ക് ആരെങ്കിലും തൂങ്ങോ? ആത്മഹത്യ ചെയ്യോ? ഇല്ല. കാരണം അത് വലിയ പാപമാണെന്ന് ഇപ്പോഴോ ഇപ്പൊ സാധാരണമായി മാറിയിരിക്കുന്നു.
ഇപ്പൊ സാധാരണ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ടൂറിന് വിട്ടില്ലെങ്കിൽ ആത്മഹത്യ, തോറ്റ ആത്മഹത്യ. എന്തിനാ ആത്മഹത്യ? വഴക്കു പറഞ്ഞ കയറി തൂങ്ങിക്കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു സ്വർഗം ഹറാമ, ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന് സ്വർഗം ഹറാമ. അല്ലാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്തു. വാളുപോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. മയ്യത്ത് കൊണ്ടുവന്നു പള്ളിയിൽ, ജനാസ കൊണ്ടുവന്നു പള്ളിയിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുക. നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുക. നബിതങ്ങൾ നിസ്കരിച്ചില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കണ്ട എന്നല്ല, ആരെങ്കിലും നിസ്കരിക്കണ്ടേ? ഒരു തൂങ്ങി മരിച്ചവന്റെ ജനാസ കൊണ്ടുവരുമ്പോ നിസ്കരിച്ച് ഖബറടക്കണ്ടേ? നബിതങ്ങൾ പറഞ്ഞു സഹാബത്തിനോട് നിങ്ങൾ നിൽക്കാൻ, അതിനകത്തുണ്ട് എല്ലാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് ആരാണെന്ന് പഠിക്കുന്നത്. എന്റെ മക്കളോട് പറയുന്നു, മോനെ എടാ SLC പരീക്ഷയ്ക്ക് തോറ്റ സ്വർഗത്തിൽ നിന്നൊന്നും പുറത്താക്കിയതല്ലോ, അടുത്ത കൊല്ലം എഴുതി ജയിക്കാം, അത്ര തന്നെ. തോറ്റുപോയാ പോയി, എന്ത് ചെയ്യാനാ? തോറ്റുപോയാ പോയി, അടുത്ത നീ എഴുതി ജയിക്കണം. പള്ളിക്കുഴി പോയി എവിടെ എഴുതാനാ? ചത്ത എന്ത് കിട്ടാനാ? എടാ ഒരു എല്ലാരും ഉമ്മാടെ വയറ്റിൽ നിന്നിറങ്ങി ഓടിയിരുന്നു അല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്റെ മക്കളോട് പറയുന്നത് പോയാ പോട്ടെ, അടുത്ത കൊല്ലം സേ എഴുത്, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എഴുത്, നമുക്ക് ജയിക്കാൻ പറ്റും. അൽഹംദുലില്ലാ, ഒന്ന് വീഴുന്നത് നല്ലതുപോലെ ഓടാനാ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടു വാപ്പ. ഒരു വാപ്പാടെ ജോലിയാ തന്റെ മക്കൾക്ക് അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഉസ്താദിന്റെ ജോലിയല്ല, വാപ്പയുടെ ബാധ്യതയാണ് മക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഏത് വാപ്പയെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത വാപ്പ ആരാ ഉള്ളെ? തന്റെ മക്കൾക്ക് അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്. വാപ്പായ്ക്ക് അറിയാവോ അള്ളാഹ് ആരാന്ന്? വാപ്പായ്ക്ക് അറിയാമല്ല. പണ്ടങ്ങനെ ഉപ്പമാര് തന്റെ മക്കൾക്ക് അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ചരിത്രം പറയട്ടെ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഹജ്ജിന് പോകുക ഈ കൊല്ലം, തങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ വരുന്നുണ്ടോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാത്തിമുൽ അസം തങ്ങള് തന്റെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, ഇത്തിരി പൈസയൊക്കെ ഉണ്ട്, ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഭാര്യയും മക്കളും ചോദിച്ചു, നിങ്ങൾ പോയാ ഞങ്ങളുടെ കാര്യം ആരാ നോക്കാം? നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം ആരാ തരാ? ഞങ്ങളുടെ കാര്യങ്ങൾ ആരാ നോക്കാം? വരുന്നത് വരെ കുടുംബം നോക്കണമല്ലോ, അതിനുള്ള പൈസ ഇല്ല, ആരാ ഭക്ഷണം തരുന്നേ? അപ്പൊ ഭാര്യയും മക്കളും കൂടെ ചോദിക്കുമ്പോ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയൊരു മോളുണ്ട്. ആ മോൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, പാപ്പയാണോ നമുക്ക് ഭക്ഷണം തരുന്നത്? അള്ളയല്ലേ എന്ന്. നമുക്ക് ഭക്ഷണം തരുന്നത് അള്ളയല്ലേ, വാപ്പയാ? ആ ചെറിയ മോളുടെ ചോദ്യം ഉമ്മാനോടും കൂടപ്പുറപ്പുകളോടും ചോദിക്കുന്നു, അള്ളയല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്? വാപ്പയാണോ? വാപ്പ ധൈര്യമായിട്ട് ഹജ്ജിന് പോവാപ്പ, അള്ളയല്ലേ ഭക്ഷണം തരുന്നേ? ഉമ്മാടെയും മക്കളുടെയും നാവടഞ്ഞുപോയി, മറുപടി പറയാനില്ല. ചെറിയ കുട്ടിയാ ചോദിച്ചത്. അങ്ങനെ അവസാനം ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടില് പട്ടിണിയായി. ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടിൽ പട്ടിണിയായി, കഴിക്കാനില്ല. അവസാനം ഈ മകള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം. ആ സമയത്ത് കൂടപ്പുറപ്പുകളൊക്കെ പറഞ്ഞു, നീ അല്ലേടി പറഞ്ഞ അള്ള തരുമെന്ന്, എന്നാ മേടിച്ച് തിന്നാന്. നീ ഒറ്റ ഒരെണ്ണവാ വാപ്പാനെ ഹജ്ജിന് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് അള്ള തരുമെന്ന് നീ അല്ലേ പറഞ്ഞേ, മേടിച്ച് കഴിച്ചോളാൻ. മക്കളെല്ലാരും കൂടെ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി. ആ ചെറിയ മകള് വേദനിക്കുന്ന മനസ്സുമായിട്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് അള്ളാനോട് പറഞ്ഞു, പടച്ചവനെ, അല്ലാ നീയാണ് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, പടച്ചവനെ എന്നെ കളിയാക്കുന്നു അല്ലാ. ഈ പൊന്നുമോള് മനസ്സ് നൊന്തട്ടങ്ങിട്ട് ദുആ ചെയ്തു. പിറ്റേ ദിവസം നോക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരാൾ വന്നു കിടന്ന് ഇങ്ങനെ വിളിക്കുകയാ. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കഴിക്കാൻ വല്ലതും താ, ഇത്തിരി വെള്ളമെങ്കിലും താ കുടിക്കാൻ. അവസാനം മഹാനവറുകളുടെ ഭാര്യ അവിടെ അല്പം വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. ആർത്തിയോടുകൂടി ഈ മനുഷ്യൻ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുകയാ. ഈ കുടിക്കുന്നത് കണ്ടപ്പോ ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങള് എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ, ഏതോ വലിയ കുടുംബത്തിലെ ആളാണല്ലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ. എന്റെ പട്ടാളക്കാരോടൊപ്പം ഞാൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോ വഴിതെറ്റിപ്പോയി. അവരെന്നെ തെരഞ്ഞു നടക്കുകയാ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഒരുപാട് നേരമായി. ആവശ്യത്തിന് പൈസ ഉണ്ട്, പക്ഷെ വെള്ളമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ പറയാ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിച്ചു, എന്തേന്ന്?
മഹദി പറയുകയാ, എൻ്റെ വീട്ടിൽ ഇന്നലെ എൻ്റെ മോള് പട്ടിണി കിടന്നിട്ട് തിന്നാനില്ലാതെ കരഞ്ഞു. രാജ്യത്തെ ഭരണാധികാരി ഇന്ന് വീടിൻ്റെ മുറ്റത്ത് കയ്യിൽ നീട്ടി വന്നിരിക്കുക വല്ലതും തരാൻ. അപ്പൊ ചോദിച്ചത് ആരുടെ വീടാ? രാജാവ് ചോദിച്ചത് ആരുടെ വീടാ? മഹദി പറഞ്ഞു ഹാത്തിമുൽ അസംബ തങ്ങളുടെ വീടാണ്. പട്ടാളക്കാരെല്ലാം ഓടി വന്നു. രാജാവ് തൻ്റെ അരയിൽ നിന്ന് സ്വർണത്തിന്റെ നാണയങ്ങൾ എടുത്ത് ആ വീടിന്റെ മുറ്റത്ത് വെച്ചു. തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ മുഴുവനും ഇവിടെ വൈ, എന്നെ സ്നേഹിക്കുന്നവർ മുഴുവനും അവരുടെ കയ്യിലുള്ളത് മുഴുവനും ഇവിടെ വൈ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പട്ടാളക്കാരും അവരവരുടെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ അവിടെ വെച്ചു കൊടുത്തു. അപ്പോഴും ആ മകളിരുന്ന് കരയുകയാ. അപ്പോഴും ഹാത്തിമുൽ അസംബ തങ്ങളുടെ ചെറിയ മകളിരുന്ന് കരയുകയാ. രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ഇനി എന്തിനാ നീ കരയുന്നേ? തിന്നാനില്ലാത്തതിന്റെ പേരിലാണ് ഇന്നലെ കരഞ്ഞത്. എന്നാൽ ഇന്ന് നിനക്ക് മരിക്കുന്ന കാലം വരെ ജീവിക്കാനുള്ള പൈസ നിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാ നീ കരയുന്നത്? ആ സമയത്താണ് ആ മകള് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള സമ്പാദ്യം കിട്ടി. അള്ളാടെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള സമ്പാദ്യം കിട്ടി. എങ്കിൽ അള്ളാഹു വന്നാലോ, എങ്കിൽ അള്ളാഹു വന്നാലോ, ആ അള്ളയല്ലേ ഞങ്ങളുടെ കൂടെയുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹാത്തിമുൽ അസംബ തങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാ ഇന്ന് അള്ളയാരാണെന്ന് പ്രായമുള്ളവർക്ക് അറിയില്ല, ചെറുപ്പക്കാർക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യാ പേടിയില്ലാത്തത്. പണ്ട് പടച്ചവനെ അള്ള കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സമുദായത്തിനതില്ല. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, രണ്ട് അള്ള കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നാ തെറ്റുകളിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യമെന്താണ്? മൂന്നാമത്തെ കാര്യമെന്താണ്? ഇതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹുവേ ഈ മജ്ലിസിലെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ.